ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പിലെ ഏറ്റവും ഡേഞ്ചറായ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ നമ്പറെല്ലാം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങൾ ആ നമ്പറെല്ലാം ചേഞ്ച് ചെയ്തു പുതിയ നമ്പറെല്ലാം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ പലരും ഇത്തരത്തിൽ പുതിയ നമ്പറെല്ലാം എടുക്കുമ്പോൾ വാട്സപ്പ് ഒന്നും ഒഴിവാക്കാറൊന്നുമില്ല. അതിനാൽ തന്നെ ഇത്തരത്തിൽ വാട്സപ്പ് എല്ലാം ഒഴിവാക്കാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഒരു 6 മാസമെല്ലാം കഴിയുമ്പോൾ ഈ ഒരു നമ്പർ മറ്റു പലരുമായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു നമ്പർ യൂസ് ചെയ്ത് അവർ വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴെല്ലാമാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം അവർക്ക് കാണാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇങ്ങനെയെല്ലാം നമുക്ക് ഈ ഒരു അബദ്ധമെല്ലാം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്പർ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ നമ്പർ എല്ലാം ഒഴിവാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഈ അക്കൗണ്ട്സ് എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്യുക എന്നത്. ഇതിനായി നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ താഴെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ഏത് വാട്സപ്പ് ആണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ നമ്പർ എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് റിമൂവ് ആയി കിട്ടും. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ഈ ഒരു നമ്പർ ലഭിച്ചാലും അവർക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ആക്സസ് ഒന്നും ലഭിക്കില്ല. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ നമ്പർ മാറ്റി പുതിയ ഒരു നമ്പറിലേക്കെല്ലാമാണ് നിങ്ങൾക്ക് വാട്സപ്പ് സെറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഇതിനായി നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് നമ്പർ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഇത് നിങ്ങൾക്ക് മറ്റൊരു നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഇവിടെ ഈ ചേഞ്ച് നമ്പർ എന്നതിൽ പോവുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് എന്നാണ് കൊടുക്കുന്നത്. നമുക്കിത് ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇത്തരത്തിൽ ഡിലീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഒരു റീസൺ എല്ലാം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ റീസൺ ആയി തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് തന്നെ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഐ ആം ചേഞ്ചിങ് മൈ ഫോൺ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എല്ലാം വന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രൊസീഡ് ടു ഡിലീറ്റ് ദിസ് അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിലീറ്റിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്രകാരം ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇവിടെ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇതിനു ശേഷം മാത്രം നിങ്ങളുടെ ഈ നമ്പർ എല്ലാം ഒഴിവാക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്